ഹായ് DIY നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഓവറോൾ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കഴിവുള്ള മഞ്ഞൾപ്പാൽ അല്ലെങ്കിൽ ഗോൾഡൻ മിൽക്കിൻ്റെ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾ എന്ന് പറയുന്നത് എത്രമാത്രം ഗുണമുള്ള ഒരു സ്പൈസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമായിട്ട് മാത്രമല്ല നമ്മളിതിനെ കാണുന്നത്, ഒരുപാട് അസുഖങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന നല്ലൊരു മരുന്ന് കൂടിയാണ് മഞ്ഞൾ. മഞ്ഞളും പാലും ചേർത്ത മിശ്രിതം ഡെയിലി കുടിക്കുന്നത് ശീലമാക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ചർമ്മത്തിനും അതുപോലെ തന്നെ ആരോഗ്യത്തിനും ഒക്കെ തന്നെ കിട്ടുന്നത്. മഞ്ഞൾപ്പാൽ നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന പലതരം ഇൻഫെക്ഷൻസ് കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. യുവത്വം നിലനിർത്തുവാനും പതിവായിട്ട് മഞ്ഞൾപ്പാൽ ശീലമാക്കുന്നതിലൂടെ സാധിക്കും. അമിതഭാരം കുറയ്ക്കാനും ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് കുറയ്ക്കാനും ചർമ്മം ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാനായിട്ടും ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള അലർജി കുറയ്ക്കാനും ഇതിന് കഴിവുണ്ട്. ചിലർക്ക് നിർത്താതെയുള്ള തുമ്മൽ, രാത്രിയായാലും രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള തുമ്മൽ, ചുമ, പൊടിയടിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അലർജി പ്രശ്നങ്ങൾക്ക് മഞ്ഞൾപ്പാൽ ഉത്തമമാണ്. ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടും വീക്കവും കുറയ്ക്കാനായിട്ട് ഇത് നല്ലതാണ്. മഞ്ഞളിലെ കുർക്കുമിൻ എന്ന ഘടകം ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും മഞ്ഞൾപ്പാൽ അത്യുത്തമമാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് ആയതുകൊണ്ട് തന്നെ ഹൃദയരോഗങ്ങൾ വരാനുള്ള സാധ്യതയെ കുറയ്ക്കുന്നു. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ് മഞ്ഞൾപ്പാൽ ഡെയിലി ശീലമാക്കുന്നത്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ടും ഇത് സഹായിക്കുന്നു. ഇത്തരത്തിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് മഞ്ഞൾപ്പാൽ ശീലമാക്കുന്നതിലൂടെ കിട്ടുന്നുണ്ട്. ഇത് കൂടുതലായിട്ടും നോർത്ത് ഇന്ത്യൻസും എസ്പെഷ്യലി പഞ്ചാബികളും ഒക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ത്രീകളുടെ സ്കിന്നായാലും ആരോഗ്യമായാലും കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ്. സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആണ്. അതുപോലെ തന്നെ നല്ല ഗോതമ്പിൻ്റെ കളറാണ് അവിടെ ഉള്ളവർക്ക്. നമ്മുടെ കേരളത്തിൽ പണ്ടൊക്കെ ആളുകൾ ഇത് ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഇതിന് വലിയ വില നമ്മൾ കൊടുത്തിരുന്നില്ല. അതിനുശേഷം കൊറോണയൊക്കെ വന്ന സമയത്ത് ഇതിൻ്റെ ഒരു വാല്യൂ തിരിച്ചറിഞ്ഞ് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. പിന്നെ ഈ മഞ്ഞൾപ്പാൽ തയ്യാറാക്കുന്ന കാര്യത്തിൽ പലർക്കും പല ഡൗട്ടാണ് ഉള്ളത്. ചൂടുപാലിൽ ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. പലർക്കും ഈ മഞ്ഞൾപ്പാൽ തയ്യാറാക്കി എടുക്കാനായിട്ട് അവരുടേതായ രീതികളുണ്ട്. പലരും പല രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. മഞ്ഞൾപ്പാൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഉപയോഗിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണം എന്നില്ല. നമ്മുടെ വീട്ടിൽ ഫ്രഷായിട്ട് പൊടിപ്പിച്ചതോ അല്ലെങ്കിൽ പച്ച മഞ്ഞൾ കിട്ടുന്നുണ്ടെങ്കിൽ 2-3 കഷ്ണം ചേർത്ത് കൊടുക്കാം. ഉണങ്ങിയ മഞ്ഞളാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. പാക്കറ്റ് മഞ്ഞളാണെന്നുണ്ടെങ്കിൽ നമുക്കത് എത്രത്തോളം വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം അതിൽ ധാരാളം മായമൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഗുണങ്ങൾ നമുക്ക് കിട്ടണമെന്നില്ല. കഴിയുമെങ്കിൽ മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചത് തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പച്ച മഞ്ഞളും ഉപയോഗിക്കാം. മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഒരു ചെറിയ കഷ്ണം പട്ടയും ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവിൽ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരുത്താം, അല്ലെങ്കിൽ കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പാല് നല്ല പോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മഞ്ഞൾപ്പാൽ ചെറു ചൂടോടെ കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ഇത് എപ്പോൾ കുടിക്കണം എന്നുള്ളത് പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കാം, അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് കുടിക്കാം. അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. രാത്രി കിടക്കുന്നതിന് മുൻപ് കുടിച്ചാൽ നല്ല ഉറക്കം കിട്ടാനായിട്ടും വളരെ നല്ലതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കാണിത്. മാത്രമല്ല എല്ലാ ദിവസവും കുടിക്കാം എന്നൊരു പ്രത്യേകതയും ഈ ഒരു ഡ്രിങ്കിനുണ്ട്. ആരോഗ്യപരമായിട്ടും സൗന്ദര്യപരമായിട്ടും ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ശീലമാക്കാനായിട്ട് ശ്രമിക്കാം.
ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്